അതെ, ഈ ഒരു ക്ലാസിക് ഹെയർ ബോ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രോസ്ഗർ റിബൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ സാറ്റിൻ റിബൺ ആയാലും മതി. ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഹെയർ ബോ എടുത്തിട്ടുണ്ട്. അതായത് നമുക്കിത് പ്ലാസ്റ്റിക് ബോയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം 1 ഇഞ്ച് നീളത്തിലുള്ള ഗ്രോസ്ഗർ റിബണാണ് എടുത്തിരിക്കുന്നത്. അതിനിതേ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം നമുക്ക്. അത്രയാണ് ഉള്ളത്. അതിപ്പോൾ വീതി ഇപ്പോൾ 1 ഇഞ്ച് ആയാലോ ഹാഫ് ഇഞ്ച് ആയാലോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിനെന്ത് ചെയ്യുക, കവർ ചെയ്തെടുക്കുക. നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കവർ ചെയ്യുക എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എഡ്ജ് എത്തുമ്പോൾ അവിടെ ഒന്ന് വീതി കുറഞ്ഞു വരും. നമ്മൾ വീതി കുറഞ്ഞതിൽ നിന്ന് വീതി കൂടിയിട്ട് അവസാനം വീതി കുറഞ്ഞ് അങ്ങനെയാണ് ഇത് ചുറ്റുന്നത്. കാരണം അങ്ങനെയാണ് ആ ഹെയർ ബോയുടെ ഷേപ്പ്. അവർ അവസാനം എത്തുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അതേ ഒന്നുമില്ല. അതേ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആ എഡ്ജ് വരുന്നിടം വെച്ച് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോവുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇനി അങ്ങോട്ട് അടുത്ത് കുറച്ചൊരു വീതി കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചുളുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അവിടെ ഈ ചുരുങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചുരുക്ക് വരുന്നതിന് നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് നമ്മൾ ജസ്റ്റ് അങ്ങ് കറക്കി വിടുക. ഒന്ന് ഇങ്ങനെ ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്ത് വിട്ടു കൊടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു മടക്കുക, ഒരു ഫോൾഡിങ് നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് നിൽക്കും. അത് മാത്രമേ ഉള്ളൂ ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ഫുൾ നോർമലായിട്ട് കവർ ചെയ്യും പോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക. ലാസ്റ്റ് വരുമ്പോൾ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ചെറിയൊരു കുറച്ച് ഗ്ലൂ ഗമ്മോ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്യുക. എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അത് ഇളകിയൊന്നും വരത്തില്ല. പിന്നെ അതുകൊണ്ടാണ് എൻഡ് ടേപ്പ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാറ്റിൻ റിബൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിരിക്കാം. ഗ്ലൂ കൊണ്ട് നമ്മളൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്രയും അങ്ങനെ നമ്മൾ ചെയ്യണമെന്നില്ല. സാറ്റിൻ റിബൺ കൊണ്ട് തന്നെ അങ്ങ് കവർ ചെയ്താൽ മതി. എൻ്റെ ടേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ഫിനിഷിങ്ങിന് നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഹെയർ ബോ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബീഡ്സ്. ഇത് പല കളറിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബീഡ്സാണ്. ഇത് നമുക്ക് മിക്സഡ് കളറിൽ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിനെങ്ങനെ പല കളർ കോൺട്രാസ്റ്റ് അത് ഒരു മാച്ചിങ്ങിന് നമ്മളൊന്ന് കോർത്തെടുക്കുക. കളേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരാതെ നമ്മളൊന്ന് അതിനെ കോർത്തെടുക്കുക. ഞാനിത് കങ്കൂസിലാണ് കോർത്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് സാധാ ത്രെഡിലും കോർത്തെടുക്കാം. കങ്കൂസ് ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അതായത് നമുക്ക് പിന്നെ അവിടെ ഉരുക്കിയൊക്കെ വെക്കാൻ കുറച്ച് സൗകര്യം ആയതുകൊണ്ട് ഞാൻ കങ്കൂസിലാണ് കോർത്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമുക്ക് എത്ര ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ഒത്തിരി വേണ്ടി വരത്തില്ല. കാരണം ഇത് ഗ്യാപ്പ് എന്നാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ആവശ്യമില്ല. കുറച്ചൊന്ന് ബീഡ്സ് ഒന്ന് കോർക്കുക. അതിനുശേഷം ഇത്രയൊരു ലെങ്തിൽ നമ്മുടെ ഹാൻഡിൻ്റെ ലെങ്തിലൊന്ന് ഇത് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ. സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നാലേ അതവിടെ നിൽക്കുകയുള്ളൂ കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി അവിടെ നിർത്തി കൊടുക്കാൻ നമുക്ക് അല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കും പ്രോപ്പറായിട്ട്. അതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. ത്രെഡ് എല്ലാം കട്ട് ചെയ്താലും നമുക്ക് ആവശ്യമുള്ള ബാലൻസ് ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്യാവൂ. ഇനി അതിനുശേഷം ജസ്റ്റ് ഒരു ഗ്ലൂ ഗൺ എടുക്കുക. അതിലേക്ക് ഇതുപോലെ അടുത്തൊരു പീസ്. ഇത് വീതി കുറഞ്ഞാലും വീതി കൂടിയാലും കുഴപ്പമില്ല. 1 ഇഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ മടക്കുമ്പോൾ കുറച്ചൊരു ഫോൾഡിങ് നല്ല പ്രോപ്പറായിട്ട് നിൽക്കും. ഇപ്പോൾ 1/2 ഇഞ്ച് ആയാലും ഒരു ഫോൾഡിങ് കുറച്ചൊരു ചെറുതായിരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ വൃത്തിയിടൊന്നും വരത്തില്ല. പിന്നെ ഗ്രോസ്ഗർ റിബണിനെക്കാളും സാറ്റിൻ റിബണാണ് കുറച്ചുകൂടെ ഭംഗി. അത് പ്രീമിയം സാറ്റിൻ റിബൺ ഡബിൾ സൈഡാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കും കേട്ടോ. ഇതുപോലെ ഒട്ടിച്ച് ഇനി ഇതിനെ ജസ്റ്റ് ആദ്യം ഇതുപോലെ നമ്മൾ അതിനെ ഒട്ടിക്കുക. എന്നിട്ട് പുറകിൽ നിന്ന് അതിനെ ചുറ്റിയെടുക്കുക മേളിലോട്ട്. കണ്ടോ? ഇനി എന്താ പറയുക, ഇനി അവിടെ ഒരു ബീഡ് നമ്മുടെ ഹാൻഡ് കൊണ്ട് ഇത് ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. കാരണം നമ്മുടെ കയ്യിൽ ആ ഒരു ബീഡ്സ് നിൽക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മൾ നേരെ വലിച്ചെടുക്കുക. അതിനുശേഷം ഇതിന് തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫോൾഡിങ് കറക്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഞാനും ചെയ്യാതിരുന്നിട്ട് ഈ ഒരു മോഡൽ നമ്മളെന്നും ഈ മോഡൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ ചെറിയ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം ആ ഒരു ബീഡ്സ് പിടിച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചുറ്റിയെടുക്കുക. വീണ്ടും ഒരു ബീഡ്സ് കൊടുക്കുക.
അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ നോർമലി എപ്പോഴും കാണുന്ന ബീഡ്സ് വയ്ക്കുക, അതിലേക്ക് ഫ്ലവർ വയ്ക്കുക, അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. ബീഡ്സ് കൊടുത്തു, അതിനുശേഷം ഇതുപോലെ നമ്മളൊന്ന് പിടിച്ചിട്ട് തിരിച്ച് ഹാൻഡ് വയ്ക്കുക, അതിനൊന്ന് ഫോൾഡ് ചെയ്യുക, അതാണ് മടക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിപ്പീറ്റായി ചെയ്യുക. പിന്നെ ഒത്തിരി ഗ്യാപ്പ് വരാതെ എല്ലാത്തിനും ഒരേ ഈക്വൽ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ചെയ്തു പോവുക. ഒത്തിരി ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ മടക്കി എടുക്കുന്നത് നമ്മളങ്ങനെ സ്ഥിരം ചെയ്യുന്നതല്ലോ, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും. അത് കഴിയുമ്പോൾ നമ്മളത് 2-3 പ്രാവശ്യം കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അങ്ങ് ചെയ്ത് പോകാൻ എളുപ്പമാണ്. അതിനുശേഷം ഇതുപോലെ തിരിച്ച്, അത് കാരണം വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഈ ബീഡ്സ് ഒരു സൈഡിലുണ്ട്, അടുത്ത് നമ്മുടെ റിബണും ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഓരോ പ്രാവശ്യം നമ്മൾ ബീഡ്സ് കോർത്തിരിക്കുന്നില്ല, അതിനെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് വലിച്ചു നിർത്തണം. കാരണം അല്ലെങ്കിൽ ഒരു ബീഡ്സ് ഇങ്ങനെ ഇളകി നിൽക്കും പോലെ തോന്നും. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് ചെയ്തു. ഇത്രയും ചെയ്തു. ഒത്തിരി സമയം അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ല, 1-2 പ്രാവശ്യം മടക്കി എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം. കാരണം ഒത്തിരി എന്താ പറയുക, ഇതില്ലല്ലോ, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചെയ്ത് കഴിഞ്ഞിട്ട് 2 സൈഡും ഈക്വലായിട്ട് ഒരുപോലെയാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്ത് നിർത്താൻ കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് ലാസ്റ്റ് 2 സൈഡും ഈക്വലാണോ എന്നൊക്കെ നോക്കുക. അതിനുശേഷം 2 ഈക്വലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് ചെയ്ത് നിർത്താനായിട്ട്. അതിനുശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. ആ ത്രെഡ് ആദ്യം കട്ട് ചെയ്ത് ഒത്തിരി ഉണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അല്ല അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ ലൈറ്റർ വെച്ച് അങ്ങ് ഉരുക്കി കൊടുത്താൽ മാത്രം മതി. അതവിടെ നിന്നു, അത് ഇളകി വരില്ല കേട്ടോ, കാരണം ഇത് പ്ലാസ്റ്റിക് അങ്ങ് ഉരുക്കി ചേർന്നോളും. അതിനുശേഷം ഇതുപോലെ, അല്ലെങ്കിൽ അവിടെ കുറച്ച് ഗ്ലൂവും കൂടെ കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ 1-2 പ്രാവശ്യം അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ബാലൻസ് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ചോ ഗ്ലൂ വെച്ചിട്ടോ ഒട്ടിച്ച് അവിടെ നിർത്തുക. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഉരുക്കിയാണ് നിർത്താറ്. നമ്മുടെ ഇതിൽ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കും. അപ്പോൾ അങ്ങ് പെട്ടെന്ന് റിബൺ ആകുമ്പോൾ അങ്ങ് നല്ല ഉരുക്കി അങ്ങ് ഇരുന്നോളും കേട്ടോ, അങ്ങ് ഇളകി വരത്തില്ല. ഇതുപോലെ നന്നായിട്ട് എഡ്ജ് നന്നായിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പേസ്റ്റായിട്ട് അങ്ങ് ഇരുന്നോളും, ഇളകത്തേയില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ഭംഗിയാണ്. കാരണം നമ്മളെപ്പോഴും വയ്ക്കുന്നതല്ല, ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കും. ഇത് ഒത്തിരി കളേഴ്സിലും പല വെറൈറ്റിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.